ഞാൻ ഇവിടെ പറയുന്ന ഒരു വചനമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതാരും കണ്ടു? മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട ചരിത്രപരമായിട്ട് കാര്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ഉണ്ടായപ്പോൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യരും ഇല്ല. പിന്നെ അതെങ്ങനെ എഴുതപ്പെട്ടു ബൈബിളിൽ? അതാ വിശ്വാസം. അതാണ് ബൈബിളിലെ വിശ്വാസം. സ്തോത്രം ചെയ്താട്ടെ. ആ എഴുതപ്പെട്ട വ്യക്തി അതേ ആത്മാവിൽ സ്തോത്രം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. വിശ്വാസത്തോടെ ഏറ്റെടുത്തത് എഴുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിശ്വാസം അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ്. സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസം, ബൈബിളിലെ വിശ്വാസം. ഒരിക്കൽ യേശു പറഞ്ഞു, എല്ലാവരും എന്നെ സ്തോത്രം എന്തോ പറയുന്നു, ഏലിയാവെന്നും സ്തോത്രം എരമ്യാവെന്നൊക്കെ പറയുന്നു. പത്രോസ് നീയോ? അദ്ദേഹം ഇങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം ചെയ്താട്ടെ. വിശ്വസിക്കാൻ തയ്യാറാണോ? അത് ആരവൻ വെളിപ്പെടുത്തി കൊടുത്തു? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു, അല്ലെങ്കിൽ അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. റോമ ഗവൺമെന്റിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട്, അതിനെ തകർത്തുകൊണ്ട്, മുദ്രകളെല്ലാം തകർത്തുകൊണ്ട് പുറത്തു വന്നു. യേശു സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് സ്വർഗരാജ്യത്തിൽ വസിക്കുക. ആരെ ചേർക്കുവാനാ? ഇവിടെ രക്ഷ പ്രാപിച്ച ദൈവമക്കളെ, സ്നാനപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കൊണ്ടുപോകാനായി, സഭയെ എടുക്കപ്പെടുവാനായി കർത്താവായ യേശു വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയമായി. ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഞാൻ വിരാമിടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് സമയം തന്നത് ആമേൻ കറക്റ്റ് 9:30. സ്തോത്രം. 5 മിനിറ്റിനുള്ളിൽ ഒരു നിമിഷം നിങ്ങൾ എണ്ണീച്ച് നിൽക്കാമോ? ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ കടന്നു പോവാം. നമ്മൾ ചരിത്രപരമായിട്ടല്ല വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശാസ്ത്രീയമായി അല്ല വിശ്വസിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ അവൻ പല വൈദ്യന്മാരിൽ അവൻ അഭയം പ്രാപിച്ചിട്ടും വിടുതൽ പ്രാപിക്കാത്ത അവൻ 12 വർഷത്തെ ബന്ധനം യേശുവിനെ തൊട്ടപ്പോൾ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ അവൾ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ വിടുതൽ ലഭിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിൽ വർഷങ്ങൾ പഴക്കം ചെന്ന വിഷയമായി ആരിവിടെ ഇരിപ്പുണ്ടോ അവർക്കൊരു വിടുതൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. അല്പസമയം ആ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ആമേൻ. നാളെയും മറ്റന്നാളും അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രിയിൽ ചില രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ, ചില ഭാവികൾ മാനസാന്തരപ്പെടട്ടെ, ചില രോഗങ്ങൾ വിട്ടുമാറട്ടെ. കരങ്ങളെ തട്ടി ആമേൻ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സേവിക്കട്ടെ. അവൻ ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, അവൻ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ എന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക. വിശ്വാസത്തെ കടന്നു പോവാ. തൈറോയിഡുകളൊക്കെ ഇന്ന് അപ്രത്യക്ഷമാകും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. രോഗങ്ങൾ മാത്രമല്ല ഇവിടെ മാറുന്നത്, ഭാവികൾ മാനസാന്തരപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ എന്നെ പേര് വീഴും. ഈ വചനങ്ങൾ വെറുതെയല്ല. എന്റെ വചനം ഞാൻ അയക്കുന്നത് വെറുതെ വരത്തില്ല. വിടുതലോടെ മടങ്ങി വരുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്റെ വചനം മാൻപേടകളെ പ്രസവരായി കാക്കുന്ന ദൈവത്തിന്റെ വചനം, കാദേശ് മരുവിനെ ഞെട്ടിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം. സണ്ണി എന്ന് പറയുന്ന ഒരു ഗായകനെ ദൈവം ഓർപ്പിക്കുന്നുണ്ട്. സണ്ണി, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഈ ദേശത്ത് എവിടെയുണ്ടെങ്കിലും, ഇവിടെ വന്നിരിക്കുന്ന ആരുടെയെങ്കിലും നടുവിലുണ്ടെങ്കിൽ കർത്താവ് അദ്ദേഹത്തെ തൊടട്ടെ. വിശ്വാസത്തോടെ മടങ്ങി വാ. കർത്താവേ, എവർഷൈൻ പ്രയർ ഫെലോഷിപ്പ് ഗോസ്പൽ ചർച്ചിന്റെ 3ാമത്തെ കൺവെൻഷന്റെ 1ാമത്തെ രാത്രിയിൽ യേശു അനുഗ്രഹം തൊടാൻ ആഗ്രഹിക്കുന്നു. നിന്നെ മദ്യപാനം നിർത്തി മടങ്ങി വാ. അവൻ നീ ചെയ്യുന്ന പാപം നിർത്തി മടങ്ങി വാ. അവൻ യേശു നിന്നെ സ്നേഹിക്കുന്നു. മടങ്ങി വാ. കരങ്ങളെ തട്ടി പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്കറിയാം ഈ സഹോദരിമാരുടെ ഭാഗത്ത് ആരൊക്കെ കർത്താവ് ചില രോഗങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. തൈറോയിഡ്, തൊണ്ട അനക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, ഉദരത്തിനകത്ത് ബന്ധിക്കുന്ന ചില രോഗങ്ങളെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി യേശുവിന്റെ ശക്തിയാൽ സൗഖ്യമാകട്ടെ. രാജേഷ് പാസ്റ്ററുടെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിനാൽ യേശുവിന്റെ ശക്തിയാൽ നീ വിടുതൽ പ്രാപിക്കട്ടെ. ചില കുടുംബ തകർച്ചകൾ മാറട്ടെ. രണ്ട് അസ്ഥികളായി, 2 ഭാഗമായി, ഹല്ലേലൂയ, വീട്ടിൽ കഴിയുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയോ ഇന്ന് രാത്രിയിൽ ഈ പുത്തുമുക്കിന്റെ കൺവെൻഷന്റെ 1ാമത്തെ രാത്രിയിൽ യേശു ഇന്ന് രാത്രി നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, തലമുറയോർത്ത് കരയുന്ന ഏതൊക്കെയോ മാതാപിതാക്കൾ ഈ ദേശത്തുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഭർത്താവിനെ ഓർത്ത് കരയുന്ന ഏതോ മാതാവിനെ ഉണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ
ഇന്ന് രാത്രി ആ സഹോദരനെ തൊടാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസമുണ്ടോ? നാം എന്നിന്റെ മാനസിക നില തെറ്റി അവസ്ഥയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ഇന്ന് രാത്രി നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു. യേശു ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. യേശു ഇന്ന് രാത്രി നിന്നെ തൊടുകയാ. കർത്താവേ, എന്റെ മകൻ പൂർണ്ണ മദ്യപാനിയാ, അവൻ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരോട് വിളിച്ചു പറയുന്നു, നീ യേശുവിനോട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ മടങ്ങി വാ. അവൻ വിട്ടുമാറാത്ത ക്യാൻസറുകൾ, വിട്ടുമാറാത്ത മൂലകൾ, വിട്ടുമാറാത്ത ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിയട്ടെ. ഓ രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. അല്ലേതാ സിസ്റ്ററെ ദൈവം തൊടട്ടെ, ആ തങ്കപ്പൻ ബ്രദറെ ദൈവം തൊടട്ടെ, സണ്ണി എന്ന് പറഞ്ഞ ദൈവത്തെ ആ സഹോദര ദൈവം തൊടട്ടെ. വീടില്ലാതെ ഭവനമില്ലാതെ ഭാരപ്പെട്ട് കഴിയുന്ന ഏതൊക്കെയോ വിശ്വാസികളുണ്ട്. വീട്ടിൽ ചെന്ന് കയറാൻ കഴിയുന്നില്ല, രോഗങ്ങളോ, സമാധാനമില്ല, സന്തോഷമില്ല. ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയായി കൺവെൻഷൻ. നീ രക്ഷിക്കപ്പെടുവാനാ ഇന്ന് രാത്രി യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. അത്യുനാരകന ശക്തിയോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മഭാരത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പകുതി ഹൃദയത്തോടെ ദൈവത്തെ ആരും ആരാധിക്കരുത്. കരച്ചിലോടെ കരഞ്ഞാട്ടെ. യേശു നിന്നെ ഓർത്ത് കരയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് മടങ്ങി വരാൻ ദൈവം ആഗ്രഹിക്കുക. ആ സക്കായി മടങ്ങി വന്നതുപോലെ, ആ സക്കായി മടങ്ങി വന്നതുപോലെ അരേക സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് വീട്ടിലിരിക്കാതെ ഓടി വന്ന് യേശുവിനെ തൊട്ടതുപോലെ ഇന്ന് രാത്രി ഭവനത്തിരിക്കാതെ മടങ്ങി വന്ന് യേശുവിനെ ഒന്ന് തൊട്ടാൽ നീ അറിയും. സ്വതന്ത്രം ചെയ്താണ്ട് കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ, കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ. ഇത്തിരി നേരമൻ ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി. ഇത്തിരി നേരമൻ ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മകനേ, കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിന്റെ മകനേ. കരങ്ങളെ തട്ടി ശക്തിയോടെ ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനായി സ്തോത്രം. ഈ പുതുമുഖനെ തൊട്ടതിനായി സ്തോത്രം. ഓ രക്തം ചെയ്യും. ഇന്ന് രാത്രി എല്ലാവരുടെ കണ്ണൊരു നിമിഷം അടയില്ല. ഒരു പ്രാവശ്യം ആ ഹൃദയത്തെ തുറന്നാട്ടെ. വെളിപ്പാട് 3:20 പ്രകാരം പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു പറയുന്നു, നിന്റെ വാതിലൊന്ന് തുറക്കുക. യേശു മുട്ടുകയാ. ചില ഭവനത്തിന്റെ വാതിലുകളെ യേശു മുട്ടുകയാ. അനേകരുടെ ഹൃദയങ്ങളെ യേശു തൊടുകയാ. ഇന്ന് രാത്രി നീ ആ ഹൃദയം ഒന്ന് തുറന്നുവോ. പാപം ചെയ്യുന്ന പരിപാടി നിർത്ത്, കൊല ചെയ്യുന്ന പരിപാടി നിർത്ത്, നീ മദ്യം ഉപേക്ഷിക്ക്. ഹല്ലേലൂയ. മാതാപിതാക്കൾ എത്ര നിനക്ക് വേണ്ടി കരയുന്നുണ്ട് സഹോദര, സഹോദരി. മാതാപിതാക്കൾ കരയുന്നു. നീ ഒന്ന് മടങ്ങി വരാൻ അവർ ആഗ്രഹിക്കുന്നു. അതിലുപരിയായി എന്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു. ഓ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. കർത്താവേ, ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗിൽ, ഈ ഒന്നാമത്തെ രാത്രിയിൽ, ഞങ്ങളുടെ കൺവെൻഷനിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. ഇന്ന് രാത്രി അനേകരെ ഒന്ന് തൊടട്ടെ. നിരാശയോടെ, ദുഃഖത്തോടെ, വിട്ടുമാറാത്ത ബന്ധനവുമായി, ബാധയായി ഇന്ന് രാത്രിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് അടിക്കണമേ. അവർ ഫ്രീ ആയിട്ട് മടങ്ങി പോകുമോ. യേശു അവനായ എല്ലാവരിലും ഉന്നതനാ. അവൻ 10,000-ങ്ങളിൽ സുന്ദരനാ. ഓ രക്തം. ഇന്ന് രാത്രി എല്ലാവരെ സമർപ്പിക്കട്ടെ. ഈ വചനം അവരോട് സംസാരിച്ചതിനായി സ്തോത്രം. ദേശത്തോട് ഇടപെട്ടതിനായി സ്തോത്രം. പന്തലിലായിരിക്കുന്ന ദൈവമക്കളോട് ഇടപെട്ടതിനായി സ്തോത്രം. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിച്ചതിനായി സ്തോത്രം. ഈ വചനങ്ങൾ, പറയപ്പെട്ട വചനങ്ങൾ, സത്യങ്ങൾ
ഇന്ന് രാത്രി ഇവിടെ കമ്പനം ചെയ്ത് ആമേൻ അത് സഞ്ചരിച്ച് അനേക ഭവനങ്ങളിൽ ചെന്നതിനായി സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും നിത്യ തീപ്പൊയ്യിൽ നാം തള്ളിയിടും. ഹല്ലേലൂയ. നരകത്തിലേക്ക് പോകാതെ സ്വർഗരാജ്യത്തിലേക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ഇവരെയും സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവരും ഭാരത്തോടെ, നിരാശയോടെ, ഹൃദയദുഃഖത്തോടെ, രോഗത്താലോ കടഭാരത്താലോ നിർവിഷയത്താലോ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവിനെ തുടർന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വിലയേറിയ വചനങ്ങളെ അറിയിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം ഈ തിരുവചനങ്ങൾ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം കാട്ടാക്കട പ്രദേശത്ത് നിന്ന് കടന്നു വന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ രാജേഷ് അവർക്ക് ആമേൻ സ്തോത്രം സഭയുടെ പേരിലും വ്യക്തിപരമായ പേരിലുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. അതിൽ